ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വലിയ സന്തോഷ വാർത്തയുണ്ട്. അങ്ങനെ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 1K പ്ലസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ്. യൂട്യൂബ് എന്തെന്നോ യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്നോ ഒന്നും അറിയാതിരുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ യൂട്യൂബ് കണ്ടിരുന്നത്. അവിടെ നിന്ന് ഒരു ചെറിയ തോതിലാണെങ്കിലും യൂട്യൂബിൽ സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാനും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇടാനും പറ്റുന്ന ഒരു ആളാക്കി മാറ്റിയത് എൻ്റെ മോള് മാത്രമാണ്. മോളുടെ അടുത്ത് US പോയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം എൻ്റേതെന്ന് പറയാൻ കിട്ടിയത്. മറ്റേ ബിസി ലൈഫ്, സ്കൂള്, പിള്ളേർ, അവരുടെ പഠിത്തം, അവരുടെ ട്യൂഷൻസ്, പിന്നെ ജോലി, ഈ തിരക്കിപ്പെട്ട് ഓടുമ്പോൾ എവിടെ യൂട്യൂബിന് സമയം? അത് കാണാനോ നമ്മുടെ ഫോണൊന്ന് ഓണാക്കാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല. അവളെ വിസിറ്റ് ചെയ്യാൻ ഞാൻ 2 മാസം ലീവ് എടുത്ത് പോയത്. അവിടെ ചെന്നപ്പോൾ അവളുടെ വർക്കിംഗ് ടൈമിൽ ഞാൻ ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ. ആ സമയമാണ് ഞാൻ യൂട്യൂബ് കാണുന്നതും ഇതിനകത്തെ കണ്ടൻസ് മനസ്സിലാക്കുന്നതും ഒക്കെ. ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നൊരാശയം പോലും ഉദിച്ചത്. പക്ഷേ അതിനും എനിക്ക് കണ്ടൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, എന്താണ് എൻ്റെ കണ്ടൻറ്റ്, ഇതൊന്നും അറിയില്ലായിരുന്നു. ഒരു ഡയറി എടുത്ത് അതിൽ അവൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് എഴുതിയെടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താണ് ഞാൻ ഇത് പഠിച്ചത്. ഇതൊക്കെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് തന്നെയാകാം. നമ്മൾ ഓൾഡ് ജനറേഷനിൽ പെട്ടവരാണ്, അവരൊക്കെ ന്യൂ ജെൻ ആൾക്കാർ. എന്നാലും ക്ഷമയോടെ നമുക്കിത് പഠിപ്പിച്ച് തരാൻ പറ്റുന്ന മക്കളുള്ളത് തന്നെ വലിയൊരു കാര്യം. ഇതായിരുന്നു എൻ്റെ പഠനകാലം. കണ്ടു നോക്കാം. പിന്നെ ഫോണിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് യൂട്യൂബ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്ലസ് സെയിം കേസ്. അപ്പൊ ഞാനിത് എഴുതിയെടുക്കേ. അവൾ നല്ലൊരു ട്യൂട്ടറായിരുന്നു. എൻ്റെ സംശയങ്ങൾക്കെല്ലാം മറുപടി തന്നു. പക്ഷേ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ അവൾ സമ്മതിച്ചില്ല. അതിനായിട്ട് പേനയും പേപ്പറും എടുത്ത് എന്നെക്കൊണ്ട് ഇതെല്ലാം എഴുതി വെപ്പിക്കും. ഞാനത് നോക്കി പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കും. അങ്ങനെ തെറ്റുകൾ തിരുത്തിയാണ് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ പഠിച്ചെടുത്തത്. പരിശ്രമിച്ചാൽ ഏജ് ഒരു പ്രശ്നമല്ല എന്ന് ചെറിയൊരു തെളിവ് കൂടിയാണിത്. അവിടെ വെച്ച് തന്നെ ഞാൻ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തു. ചെയ്യാനുള്ള കാരണം തെറ്റുകൾ തിരുത്തിത്തരാൻ ആളുണ്ടല്ലോ എന്നുള്ള ആ ഒറ്റ ധൈര്യത്തിലാണ്. പിന്നീട് നാട്ടിലെത്തി. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് കുറേ നാളത്തേക്ക് ഞാൻ സൈലൻ്റ് ആയിരുന്നു. കാരണം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും ഒക്കെ ഞങ്ങളുടെ വീടും പരിസരവും എല്ലാം എന്നും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ പോയ ഞാനല്ല തിരിച്ചു വന്നത്. കാണുന്നതിനകത്ത് എല്ലാം ഒരു കണ്ടൻറ്റ് എനിക്ക് കണ്ടു തുടങ്ങി. ഈ ചാർലിയും ഈ ജോയും ഈ കൃഷികളും ഈ വീടും ഈ ഗാർഡനും ഇതെല്ലാം പഴയ തന്നെയായിരുന്നു. പക്ഷേ ഒരു യൂട്യൂബറിൻ്റെ കണ്ണുകളിൽ കൂടെ നോക്കിയപ്പോൾ എനിക്ക് ഇതിലെല്ലാം ഞാൻ ഓരോടത്ത് കണ്ടൻസിനെ കണ്ടു. അതാണ് എൻ്റെ ഓരോ വീഡിയോകളിലും നിങ്ങൾ കാണുന്ന ഓരോ ആക്ടേഴ്സും ഓരോ കണ്ടൻറ്റും ഓരോ തീമും. എനിക്ക് പണ്ടേ വീട്ടിൽ കോഴി വളർത്തലുണ്ട്. ജോ എൻ്റെ കൂടെ കൂടിയിട്ട് 5 വർഷത്തിൽ കൂടുതലായി. ചാർലിയും ഏതാണ്ട് അതേ സമയത്ത് തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ഗാർഡൻ, നമ്മുടെ വീട്, ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെയുള്ള സാധനങ്ങളാണ്. പക്ഷേ അതിലൊന്നും ഞാൻ ഇങ്ങനൊരു ബ്യൂട്ടി കണ്ടില്ല, ഇങ്ങനൊരു കണ്ടൻറ്റിനെയും കണ്ടില്ല. പക്ഷേ ഒരു യൂട്യൂബറായ ഞാൻ ഇതെല്ലാം കണ്ടു തുടങ്ങി. യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന എനിക്ക് പിന്നെ എൻ്റെ ഈ ഫോണ് സന്തത സഹചാരിയായി. പിന്നെ എനിക്ക് ആകെ ഉള്ളത് ഒരു ട്രൈപോഡും ഒരു സ്പീക്കറും മാത്രമാണ്. ഇതും ഞാൻ എവിടെ പോയാലും കയ്യിലെടുക്കും.
അങ്ങനെ ഓരോരോ കൊച്ചു യാത്രകളും ഞാൻ റെക്കോർഡിക്കലാക്കാൻ നോക്കി, ഡോക്യുമെൻ്റ് ചെയ്യാൻ നോക്കി. ആ ഡോക്യുമെൻ്റ് ചെയ്യുന്ന എൻ്റെ യാത്രകളാണ് എൻ്റെ ട്രാവൽ ബ്ലോഗ്സായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒത്തിരി നല്ല നല്ല യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഉണ്ട്, അതും കണ്ടു, അതും പഠിച്ചു. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാനിവിടെ 1Kയിലെത്തി നിൽക്കുന്നത്. ഇനിയും മുന്നോട്ട് ഒത്തിരി പോകാനുണ്ടെന്നറിയാം. എല്ലാ എൻ്റെ യാത്രയിലും എനിക്ക് കൂട്ടായി നിങ്ങളെല്ലാവരും കാണും എന്ന വിശ്വാസം. എനിക്ക് മോള് പ്രസൻറ്റ് ചെയ്ത ഒരു ഐഫോൺ, ഇപ്പോഴും ഈ ഫോണും ഒരു ട്രൈപോഡും ഒരു മൈക്കും മാത്രമാണ് എൻ്റെ ടൂൾസ്. ഇനി നെക്സ്റ്റ് അപ്ഗ്രഡേഷൻ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ടെന്നുള്ള ഒറ്റ കണ്ടീഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. കടമ്പകൾ ഇനിയും ഒത്തിരി ഉണ്ട് കടക്കാൻ. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആയതേ ഉള്ളൂ. ഈ ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഈച്ച് ആൻഡ് എവറി പേഴ്സണും എൻ്റെ 1000 നന്ദിയുണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എന്നെ കാണുന്നവർക്കും എന്നെ ഇനിയും കാണാനുള്ളവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി പറയുന്നു.